നിങ്ങളെപ്പോലെ അധികാരം പറയാൻ. അയാൾ അവിടെ അടിമയാണ്. അയാൾ നിങ്ങളെപ്പോലെ അധികാരം പറയുന്നു നിങ്ങളുടെ സ്വത്തിൽ. നിങ്ങളുടെ മറ്റു കൂട്ടു പങ്കാളികളെ പോലെ, നിങ്ങളുടെ സ്വത്തിലുള്ള മറ്റു പാർട്ട്ണർമാരെ പോലെ, നിങ്ങളുടെ സ്വത്തിലോ നിങ്ങളുടെ അവകാശത്തിലോ നിങ്ങളുടെ വീട്ടിലോ അവർ തുല്യമായ അധികാരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ്. ഉൾക്കൊള്ളാൻ പറ്റൂല. അതുപോലും നിങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റൂലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു എന്ന നിലക്ക് നമുക്ക് അള്ളാഹു ആവശ്യപ്പെടേണ്ട കാര്യങ്ങളെ മറ്റാർക്കും കൊടുത്തുകൂടാ. സൽക്കർമ്മങ്ങളൊക്കെ ആരെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആരെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി. അത് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുത്താൽ, മറ്റുള്ള പ്രീതിക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിസ്കരിച്ചാൽ, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയമല്ല. നമ്മളൊക്കെ വജ്ജഹുത്തുവിൽ ചൊല്ലി പറയുന്ന കാര്യമാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ആരാധനാകർമ്മങ്ങൾ, എന്റെ ബലി, എന്റെ എല്ലാം, എന്റെ ജീവിതം, എന്റെ മരണം ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ. അല്ലാതെ ഒരു പ്രവർത്തനമല്ല. വേറെ ഒരു മഹാത്മാവിന് വേണ്ടിയും ഒരു പുണ്യാത്മാവിന് വേണ്ടിയും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രീതി കിട്ടാൻ വേണ്ടി ഒരു നന്മയും ഒരു സത്യവിശ്വാസി ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ ശിർക്കാണെന്ന് കുൽഹു എല്ലാ അർത്ഥത്തിലും. നമ്മളെ നാട്ടിങ്ങളിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ. മുമ്പത്തെ ഇതിനേക്കാളും മാരകമാണ്. ഇപ്പൊ തന്നെ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും സഹോദരങ്ങളെ, എത്രയോ കാര്യങ്ങൾ ആളുകൾ പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിക്ക് അള്ളാനോട് കണ്ണീരോടുകൂടെ പറഞ്ഞ അതേ കാര്യം അതിനേക്കാളും ഭക്തിയോടുകൂടെ അല്ലാത്തവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അത് ശിർക്കല്ലെങ്കിൽ വേറെ ഏതാ ശിർക്ക്? എനിക്ക് ഓർമ്മയുണ്ട്, പഠിക്കുന്ന കാലത്ത് മമ്പുറത്തുള്ള മക്കാമിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ പഠിക്കുന്ന കോളേജ് ഉണ്ടായിരുന്നു. 4 മണി സമയത്ത് ഒരു ഈവനിങ് വാക്ക് എന്ന നിലക്ക് നടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ മക്കാമിൽ പോയി നിൽക്കും. അവിടെ വന്ന ആളുകൾ മക്കാമിന്റെ മേലെയിട്ട കൊടിയുടെ തുണി പിടിച്ചിട്ട് കണ്ണീര് തുടച്ച് കരഞ്ഞു പറയുന്ന വേദനകൾ കേൾക്കാൻ. അവിടെ ഒരു പള്ളിക്ക് നമ്മൾ 10 മിനിറ്റ് പോയിരുന്നാൽ, ഒരു ജുമാക്ക് പോയാൽ അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ ആളെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റൂല. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് സത്യമാണെന്ന് നമുക്ക് തോന്നും. വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വമിനന്നാസി, ജനങ്ങളുടെ ചില ആളുകൾ, മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, അള്ളാഹുവിന് പുറമെ അവരെന്ത് ചെയ്യുന്നു? അൻദാദാ, സമന്മാരെ സ്വീകരിക്കുന്നു. അള്ളാഹുവോട് പറയുന്ന അതേ കാര്യങ്ങൾ ചെയ്തു തരാൻ, നിവർത്തിച്ചു തരാൻ അള്ളയല്ലാത്ത ആളുകളെ അവർ സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ അവരെയും അവർ ഇഷ്ടപ്പെടുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവോടായിരിക്കുന്നതാണ്. സഹോദരങ്ങൾ, അവിടെ ചെന്ന് കാണിക്കുന്നത് കണ്ടാൽ എന്താ? നിങ്ങൾ അജ്മീർ രാജസ്ഥാനിൽ അജ്മീർ ചെന്നാൽ സുജൂദിൽ കിടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ സെക്യൂരിറ്റിക്കാർ വരണം. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ അള്ളാഹ്ക്ക് സുജൂദിമ്പോ നോക്കണം. നിങ്ങൾ പോയതറിയില്ല, അതിന്റെ മുമ്പ് പൊന്തിണ്ടാവും അല്ലേ? സുജൂലൊക്കെ പോയാൽ ഒരു തൊമഗനീനത്തുണ്ട്. തൊമഗനീനത്ത് അറിയില്ല വെച്ചാല് ഒരു അടക്കം വേണം. അടക്കല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. തൊമഗനീനത്തില്ലാത്തവരെ നിസ്കാരം ശരിയാവൂല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ നിസ്കാരം മുനാഫിക്കിന്റെ നിസ്കാരാണ്. 4 അസർ എന്ന് പറഞ്ഞാൽ 4 കൊത്താണ്. കോഴി കൊത്തുന്ന പോലെ കുത്തുന്നവർ, അത്രേ ഉള്ളൂ. സുജൂദ് അപ്പം നീക്കണം. എന്നാൽ സഹോദരങ്ങൾ, അവിടെ പോയി കൊണ്ടുങ്ങൾ കിബിലക്ക് നേരല്ല, ദർഗയിലെ മുകളിൽ വെച്ച സ്വർണത്തിന്റെ കുബ്ബക്ക് നേരെ സുജൂദിൽ കിടക്കുന്നവരെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. വരിയായിട്ട് ആൾക്കാർ നിൽക്കുക സുജൂദ് ചെയ്യാൻ. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് സ്നേഹം അല്ലാഹുവിനോടാണ്. ഇതാണ് സഹോദരങ്ങളെ, എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആളുകൾ കാണിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാം. ഒന്നും കേൾക്കണം, വിശുദ്ധ ഖുർആൻ എത്ര അസന്നിഗ്ധമായ പണു. ചില ആൾക്കാർ പറയുന്നത്, എന്നാലും പടച്ചോൻ വല്ല കഴിവൊക്കെ ഓർക്ക് കൊടുത്തുകിണെങ്കിലോ, പടച്ചോൻ ആർക്കെങ്കിലും കഴിവ് കൊടുത്തോ അല്ലെന്ന് ഞമ്മക്ക് അറിയില്ലല്ലോ എന്ന്. സഹോദരങ്ങളെ, കൊടുത്തുക്കണമെങ്കിലോ എന്ന് സംശയം തോന്നുന്ന ആളുകളോട് ഖുർആൻ പറയുന്നു, കൊടുത്തിട്ടില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. പടച്ചോൻ പറഞ്ഞാലും മനസ്സിലാവില്ല സഹോദരങ്ങളെ, കേൾക്കൂല. ഇനി കേൾക്കുമെന്ന് വാദിക്കുന്നവനാണെങ്കിൽ വലൗ സമിഉ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല എന്നാണ്. കഴിവുണ്ട്, ഉത്തരം തരാൻ കഴിവ് കൊടുത്തിക്കണമെങ്കിലോ നമ്മൾ ചോദിക്കാം. അള്ളാഹ് പറയാ മസ്തജാബൂ ലക്കും,
അവർക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കില്ല. മാത്രമോ ഈ കള്ളി നിങ്ങൾക്ക് നാളെ മനസ്സിലാകും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ അവരും ജീവനോടെ വരും. നാളെ ഈ സുജൂദ് ചെയ്യപ്പെട്ട ആൾക്കാർ അവർ വരും. അവർ നാളെ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുമെന്നാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ പടച്ച തമ്പുരാനെ പോലെ ഈ കാര്യം നിങ്ങൾക്ക് ആര് പറഞ്ഞു? ഈ മരിച്ചുപോയ മഹാത്മാക്കളും പുണ്യാത്മാക്കൾക്കും കഴിവില്ലെന്ന് പറഞ്ഞു തരാൻ പടച്ചവനെക്കാളും വലിയ അറിവുള്ളവനായി ആരാണിനി നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരാവട്ടെ, അവർ ലം യഖ്ലുഖൂ ദുബാബൻ, ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ഇവിടെ പാറിക്കിടക്കുന്ന നിസ്സാരമായി കാണുന്ന ഒരു ഈച്ചയെ സൃഷ്ടിക്കുവാൻ എല്ലാ മതസ്ഥരും കൂടെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവനും കൂട്ടിച്ചേർത്താലും അവർക്കുണ്ടെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന കഴിവുകൾ മുഴുവനും വലവിജിത്തമഊലഹു, ഒരു സ്ഥലത്ത് മുഴുവൻ ആളുകളെയും സമ്മേളിപ്പിച്ച് മുഴുവൻ ആരാധ്യന്മാരുടെയും കഴിവുകളെ ഒന്നിച്ച് വിനിയോഗിക്കാൻ പറഞ്ഞാലും അവർക്കൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ കഴിവ് കൊടുത്തു എന്ന് സംശയം കൊണ്ട് നടക്കും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചെടുക്കുന്നത്? വല വിജിത്തമഊലഹു, അവർ ഒരുമിച്ച് കൂടിയാലും ഇനി അതൊക്കെ പോകട്ടെ, ഓലെല്ലാരും പാടെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ഈച്ച എന്തെങ്കിലും ഒരു വസ്തുവുമായി കടന്നു കളഞ്ഞാൽ ആ വസ്തുവിനെ ഈച്ചയിൽ നിന്നും തിരികെ മേടിക്കാൻ പോലും ഇവർക്ക് കഴിയൂലാണ്. സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ട് ഖുർആൻ ഈ കാര്യം പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സഹോദരങ്ങളെ, തമിഴ്നാട്ടിലെ ഒരു മക്കാമിലേക്ക് പണം ചെലവാക്കി ഇവിടുന്ന് ടിടിക്ക് KSRTC ബസ്സിന് കയറി ഒലവക്കോടിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സമയം തെറ്റാതെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന, അവിടുത്തെ ഭക്തി കേന്ദ്രത്തിലേക്ക് പോകുന്ന ദർഗയിലേക്ക് കുടുംബസമേതം പോകുന്ന ആളുകളുണ്ട്. ജീവിക്കുവാൻ പണമില്ലാത്തവനും കടത്തിൽ കുടിയങ്ങേനും ബാങ്ക് ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ മുതലാളിയാൽ വാടകപ്പേര് നാട്ടിയിറക്കപ്പെട്ടവനും രക്ഷയ്ക്ക് വേണ്ടി പോണു അവിടേക്ക്. അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ ആലോചിക്കുക സഹോദരങ്ങൾ, അവിടെ ചെന്നിറങ്ങി വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട മഹാനവറുകളുടെ ഖബറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സാധു മനസ്സിൽ കൊണ്ടുവന്ന നൊമ്പരങ്ങളും വേദനകളും ഇയാൾക്ക് മനസ്സിലാകണ്ടേ? ഇയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വസൂലി വെറുതെയില്ലേ, ഈ യാത്ര വെറുതെയില്ലേ? അപ്പോൾ അവിടെ ചെന്ന് ആ ഖബറിന്റെ മുമ്പിൽ നിൽക്കുന്ന സാധുവിന്റെ ഉള്ളറകൾ അയാൾ അറിയുന്നു എന്ന് വിചാരിച്ചാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന് തുല്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സത്യവാക്യത്തെ അതോട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിന് മാത്രം അറിയുന്ന ആ അദൃശ്യജ്ഞാനം ഈ ഖബറിൽ കിടക്കുന്ന മഹാനവറുകൾക്കുണ്ടെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. കഴിയും അയാൾക്ക് അറിയുന്നത് പോയിട്ട് സഹോദരങ്ങളെ, ഈ അറിയാനുള്ള യോഗ്യത ആയിട്ട് നമ്മൾ ആൾക്കാർ പറയണം തരങ്ങൾ ഓലൊക്കെ മഹാന്മാരാണ്, പ്രവാചകന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, മുഅ്ജിസത്തുള്ളവരാണ്, കറാമത്തുള്ളവരാണെന്നാണ് സഹോദരങ്ങൾ. എന്നാലേ കർമ്മങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നുബുവത്ത് കൊണ്ടും ഒക്കെ ഏറ്റവും ആദരിക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഖുർആൻ വായിക്കാൻ അയക്കാഞ്ഞിട്ട് തന്നെ കേട്ടോ ജനങ്ങൾ ഇങ്ങനത്തതൊക്കെ വിശ്വസിക്കുന്നത്. ഖുർആൻ വായിച്ച ഒരുത്തൻ ഒരിക്കലും ഇവിടുന്ന് തമിഴ്നാട്ടിലുള്ളൊരു മക്കാമിന്റെ മുമ്പിൽ ഞാനിങ്ങനെ പോയി വന്നാൽ എന്റെ കാരണം ഒരു ഇക്കാമ കിട്ടാതെ ഗൾഫിൽ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഈ സാധു അറിയും. 12 കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാത്തത് അയാൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും. വീട് പിന്നെ പണയപ്പെട്ട് ലോണ് വീട്ടാനാകാതെ ഒരു കച്ചവടം വന്ന് കിട്ടാനുള്ള എൻ്റെ താല്പര്യം ഞാൻ ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷയും വിളിച്ച്